ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി. അപ്പോൾ അതിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഒന്നും വഴറ്റണ്ട, എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടതാണ്. ഇപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 5-8 മണിക്കൂർ നമ്മൾ കടല വെള്ളത്തിലിട്ട് കുതിർക്കണം. അപ്പം നമ്മുടെ കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞാണ്. നമ്മൾ സവാള വഴറ്റിയൊന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ കടലയുടെ കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കടലയുടെ കുറച്ച് മുകളിൽ വരുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കപ്പളവനാണെങ്കിൽ ഒരു 2-2.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരണവരെ ഹൈ ഫ്ലെയിമിലും, അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുവാണേ. നമ്മുടെ കടല വേവണ സമയം കൊണ്ട് നമുക്ക് അരപ്പിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്, ഫെന്നൽ സീഡ്സ്. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക. തീ ഇപ്പോൾ കുറച്ചാണ് വെച്ചേക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പൊടികളിട്ടിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ അതാ ഇത് മൂത്ത് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്, പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഒരു മിക്സി ബൗളിലേക്ക് നമുക്ക് ഒരു 1/4 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചില്ലേ നമ്മുടെ മസാല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പിവിടെ റെഡിയാണ്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലുള്ള അരപ്പും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി നേരം ഇട്ടങ്ങ് തിളപ്പിക്കണ്ട, നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. നമുക്ക് കടലക്കറിക്ക് കൂടുതൽ കൊഴുപ്പ് വേണമെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചല്ലോ, ആ സമയത്ത് കുറച്ച് വേവിച്ച കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാകും. ഇപ്പോഴും ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കടലക്കറി. നല്ല ടേസ്റ്റിയാണ്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.